നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എൻ്റെ പേര് ശ്രീജിത്ത് നമ്പൂതിരി. പന്തളത്താണ് സ്വദേശം. കുരമ്പാല എന്ന ഗ്രാമത്തിൽ പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശമാണ് ഇല്ലം. മുളയ്ക്കൽ ഇല്ലം എന്നാണ് പേര്, ഇല്ലപ്പേര്. വളരെ സന്തോഷം. പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് ഉള്ള ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇപ്പോൾ ഈ വീടിൻ്റെ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന കാര്യം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഇത് ഒരു വീടായിട്ട് നിർമ്മിച്ചതല്ല. കാരണം ഒരു വീട് പണിയണം എന്ന് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്നത് വീടല്ല, തറവാട് വേണം എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഏകദേശം 150 വർഷത്തിന് മുകളിൽ 150 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു തറവാട്ടിലാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന വീടിൻ്റെ തൊട്ട് പിന്നിലാണ് ഇല്ലം. അപ്പോൾ മറ്റെവിടെ ചെന്നാലും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. അത് കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ച് വളർന്നതാണ്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളൊരു വികാരമല്ല, തറവാട്ടിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും പഴക്കമുള്ളൊരു വീടാണ് തറവാട്. ഇനിയും അത് എത്ര നാൾ കൂടി നിൽക്കുമെന്നറിയില്ല. അതുകൊണ്ടാണ് പുതിയൊരു വീട് പണിതപ്പോൾ വീടല്ല വേണ്ടത്, തറവാടാണ് വേണ്ടത് എന്നാദ്യമേ തീരുമാനിച്ചത്. പിന്നെ വളരെ കാലം കൊണ്ട് തന്നെ ഈ പൈതൃകം ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഒരു സിനിമ കാണുകയാണെങ്കിൽ പോലും ഞാൻ ക്യാരക്ടറിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അതിൻ്റെ പിന്നിലെ ബാക്ക്ഗ്രൗണ്ടും ചിത്രീകരിച്ച സ്ഥലങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മനകൾ കണ്ട് അവിടെ നിന്നുമൊക്കെ അടർത്തിയെടുത്ത ഒരു പ്ലാനാണ് ശരിക്കും ഞാൻ ഈ വീടിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. ഞാൻ ആർക്കിടെക്റ്റിനോട് പറയുമ്പോൾ പ്രിയ എന്നാണ് ആർക്കിടെക്റ്റിൻ്റെ പേര്, ട്രിവാൻഡ്രത്താണ്. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടത് തറവാടാണ്, പിന്നെ സിമൻറ്റ് കൂമ്പാരമല്ല, ജീവനുള്ള വീട്. അതാണ് എൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് സെലക്ട് ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും ജീവൻ ഉണ്ടായിരിക്കണം, അല്ലാതെ വെറും ഒരു കൂമ്പാരം ആയിരിക്കരുത്. അങ്ങനെ തുടങ്ങിയ പ്ലാനാണ് ഇതിലേക്ക് വന്ന് ഈ ഒരു ഐഡിയയിലേക്ക് വന്ന് കലാശിച്ചത്. ഇതിലേക്ക് സെലക്ട് ചെയ്ത ഓരോ വസ്തുക്കളും എന്നാൽ മോഡേണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലെ പുതുമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വെട്ടുകല്ല് കൊണ്ടാണ് നിർമ്മാണം. അത് സിമൻറ്റ് ചെയ്യാതെ കണ്ട് അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ തടികൾ ധാരാളം ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇരുമ്പ് ഉപയോഗിക്കേണ്ടടുത്ത് ഇരുമ്പും തടിക്ക് പകരം ഇരുമ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 2016 അവസാനം 16 പെരപണി ആരംഭിക്കുന്നത്. ഉദ്ദേശം ഒരു 2018 ആയപ്പോഴത്തേക്കും തീർന്നു. 2018 മുതൽ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പം വീട്ടിനകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എത്ര ചൂടെടുത്ത് അകത്തേക്ക് വരുമ്പോഴും ആ ലിവിങ്ങിലേക്ക് 4 കെട്ടിലേക്ക് വരുമ്പോൾ ഒരു തണുത്ത കാറ്റാണ്. അപ്പം ഞാൻ ആ പ്ലാനിൽ ആദ്യം പറഞ്ഞൊരു വാക്ക് അതായിരുന്നു. എനിക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ട് തോന്നരുത്. അപ്പോൾ ഒരു സ്പേസി ആയിരിക്കണം, എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാവണം. അപ്പോൾ അതിന് വാസ്തുവിലെ സാധ്യതകൾ തേടി അതിലെ ദോഷകരമല്ലാത്ത രീതിയിൽ എല്ലാം വാസ്തു അടിസ്ഥാനമാക്കിയുള്ളൊരു പ്ലാനാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ശരിക്കും ജനങ്ങൾ വാസ്തുവിലെ കണക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗുണദോഷങ്ങൾ മാത്രം ചിന്തിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിലെ നിയമങ്ങൾ അതാത് ദേശം അല്ലെങ്കിൽ അതാത് ഭൂമി, അതാത് ചുറ്റുപാട് അതൊക്കെ അനുസരിച്ച് മാറ്റാവുന്ന കുറേ കാര്യങ്ങളാണ്. കാരണം ഇതിലേറ്റവും പ്രധാനം
പഞ്ചഭൂതങ്ങളുടെ ഒരു ബാലൻസാണ്. അപ്പോൾ അത് നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ വാസ്തു നിയമം ഇന്ന രീതി പറയുന്നു എന്ന് കരുതി നമുക്ക് പൂർണ്ണമായിട്ടും അതേ എല്ലാം അടപ്പോടുകൂടി ചെയ്യണം എന്നല്ല. അതിനകത്ത് തന്നെ അതിനായിട്ടുള്ള ഉപാധികൾ പറയുന്നുണ്ട് വേണ്ട വിധത്തിൽ. അത് വേണ്ടുമണ്ണം ഒരു വാസ്തു കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ അതിനുള്ള ഉപാധികൾ പറഞ്ഞു തരും. അപ്പോൾ നിയമങ്ങൾ അനുസരിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, കാറ്റിൻ്റെ ഗതി, ചുറ്റും നിൽക്കുന്ന വൃക്ഷങ്ങൾ, വീട് പണിയുമ്പോൾ തന്നെ കഴിവതും വൃക്ഷങ്ങൾ വെട്ടാതിരിക്കുക, ആ വൃക്ഷങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ വീട് പണിയുക, അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആയിരിക്കണം നമുക്ക് വീടിൻ്റെ പണി ആരംഭിക്കാം. നമുക്കറിയാം, നമുക്ക് ഒരു ദൈവികത്വം തോന്നുന്നത് അല്ലെങ്കിൽ ഒരു വൈമനസ്യം തോന്നുന്നത്, ഒരവസ്ഥയിൽ നമുക്കൊരു ദൈവികത്വം തോന്നാം, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകാം. മറ്റൊരവസ്ഥയിൽ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ്, ഒരു വൈമനസ്യം, ഇതിനോടൊരു താല്പര്യമില്ലായ്മ. ഇതൊക്കെ ഒരു പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഗ്രസിച്ചെടുക്കുന്നതാണ്. ഉദാഹരണം ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ണടച്ച് തൊഴുതുകൊണ്ടിരിക്കുന്നു, ഒരു ദുർഗന്ധം ഉണ്ടാകുക എന്ന് വെക്കുക. ആ സമയത്ത് നമ്മൾ കൊണ്ടുവന്ന ഒരു ഭക്തിഭാവം പാടേ നമുക്കില്ലാതാവും. എന്നാൽ വളരെയേറെ തിരക്കേറിയൊരു സ്ഥലത്തും, മുമ്പ് പല ഇൻ്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെയേറെ തിരക്കേറിയൊരു സ്ഥലത്തും ഒരു ചന്ദനത്തിരിയുടെ ഗന്ധം, ഒരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം, ഒരു മണിയടി, ഒരു മണിനാദം കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴൊരു ദൈവികമായൊരു വിചാരം ഉണ്ടാകും. അത് ഉപബോധ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. എന്ന് പറയുന്ന പോലെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടത്തെ മൊത്തത്തിലൊരു അന്തരീക്ഷം, അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് അത് മാപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കാണുന്ന നിറം, നമുക്ക് അന്നേരം ലഭിക്കുന്ന ഗന്ധം, അന്നേരം ഉണ്ടാകുന്നൊരു കാറ്റ്, അവിടെ നിന്ന് ഉണ്ടാകുന്നൊരു നാദം. ഇപ്പോൾ കിളികൾ, മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിളികളുടെ ഒരു ആരവം ഉണ്ടാവും. പിന്നെ വീട്ടിൽ ഒരു ജലത്തിൻ്റെ, ഞാൻ വാട്ടർഫോൾ ഫൗണ്ടൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഒരു വളരെ കാം മനസ്സിന് ഉണ്ടാകുന്നൊരു സംഗതിയാണ് വാട്ടർ ഫൗണ്ടൻ വീട്ടിനകത്ത് വെക്കുക. അതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശാന്തരാകും. ശരിക്കും വീട്ടിനകത്തെ താമസിക്കുന്ന വ്യക്തികളുടെ സ്വഭാവത്തെ പോലും ഒരു വീടിന് നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ വീട് പണിയുമ്പോൾ വെറുതെ പുറമേ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് നമുക്കൂടെ അനുഭവയോഗ്യമായിട്ട് തന്നെ ഉണ്ടാക്കണം. നമ്മുടെ ഒരു കുട്ടിയെപ്പോലെ തന്നെ വീടിനെ കാക്കണം. എല്ലാം തികഞ്ഞുണ്ടാക്കിയിട്ടിട്ട് വൃത്തികേടായിട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? പാടില്ല. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും വൃത്തിയായിട്ടും നമ്മളെല്ലാ കാര്യങ്ങളും, ദുർഗന്ധം ഉണ്ടാകുന്നുണ്ടോ, ഒരു പോസിറ്റീവായിട്ടുള്ള ഗന്ധങ്ങൾ. ഇവിടെ ഞാൻ പച്ചക്കർപ്പൂരമൊക്കെ പുകയ്ക്കാറുണ്ട് ഒരു ഇടയ്ക്ക്. അത് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഇതിനൊക്കെ മാറ്റുന്നതാണ്. അതൊക്കെ ഞാനൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അഷ്ടഗന്ധം ഉപയോഗിക്കാം. ഇപ്പോഴത്തെ ചന്ദനത്തിരികൾ നമുക്ക് ചിലത് കൊള്ളാം, ചിലത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഒരു പ്രകൃതിദത്ത രീതിയിൽ ഉണ്ടാക്കുന്ന അഷ്ടഗന്ധങ്ങൾ, പച്ചക്കർപ്പൂരം, ഇതൊക്കെ ഒന്ന് പുകയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഗന്ധം നിലനിർത്താൻ പറ്റും വീട്ടിനകത്തേക്ക് വരുമ്പോൾ. സ്വാഭാവികമായിട്ടും അത് വീട്ടിലുള്ളവരുടെ സ്വഭാവത്തെ ബാധിക്കും. എനിക്ക് തന്നെ വ്യക്തമായ അനുഭവമുണ്ട്. പുതിയ വീട്ടിലേക്ക് താമസം മാറിയ പിന്നെ നമുക്കൊരുപാട് ദേഷ്യം വരാതിരിക്കുക, ചിട്ടകൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എനിക്ക്. പണ്ടത്തേതിനെക്കാട്ടിലും, അതായത് സമയത്ത് എണീക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക, മറ്റ് നമസ്കാരങ്ങൾ ചെയ്യുക, സന്ധ്യാവന്ദനങ്ങൾ ചെയ്യുക, തേവാരം, ഇതൊക്കെ പണ്ട് ചെയ്തിരുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ സമയബന്ധിതമായിട്ടും നമുക്ക് അകമൊഴിഞ്ഞ് മനസ്സിൽ തട്ടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു ചുറ്റുപാടാണ് നമുക്ക് സാധിച്ചത്. അത് ഞാൻ 2 വർഷം കൊണ്ട് എനിക്ക് തീർക്കാൻ സാധിച്ചു എന്നുള്ളത് ഈശ്വരാനുഗ്രഹം, പരദേവതാനുഗ്രഹം. മറ്റുള്ളവർക്ക് ഞാൻ നിർദ്ദേശിക്കുന്നത്, എത്ര സമയമെടുത്തായാലും ധൃതി വെക്കാതെ കണ്ട് വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴായിട്ട് വീട്ടിനകത്ത് ചെന്ന് നിൽക്കുക, മനസ്സിൽ ഇത് പണിത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് കാണുക. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ചെയ്യാൻ സാധിക്കും.
അതിനകത്ത് അല്പം പൈസ നഷ്ടം ഉണ്ടാകുന്നെങ്കിൽ അത് സാരമില്ലാന്ന് വെക്കുക. കാരണം ആദ്യത്തെയൊക്കെ അവസ്ഥയിൽ പിന്നെ ഒരു പൊളിക്കൽ ഉണ്ടാകുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഈ ആദ്യത്തെ ഒരു ചെറിയ നഷ്ടങ്ങൾ. അപ്പോൾ അത് ഉണ്ടായാലും സാരമില്ല. നമ്മുടെ മനസ്സിനനുസരിച്ചുള്ള വീടാണെങ്കിൽ ഇത് നമ്മുടെ തീർച്ചയായിട്ടും എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, മറ്റ് എനിക്കറിയാവുന്ന പലരുടെ അനുഭവം കൊണ്ട് പറയുകയാണ്, നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. വീട്ടിനുള്ളിലുള്ളവരുടെ സ്നേഹം, ഐക്യം, അതിനെയൊക്കെ ബാധിക്കും. ഒന്നുകൂടെ ക്രിയാത്മകമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നന്നായി ചെയ്യാൻ, ഇതൊക്കെ ഒരു വീടിൻ്റെ നിർമ്മാണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ ഗുണം ആക്കി മാറ്റാൻ സാധിക്കും. അപ്പം വെറുതെ താമസത്തിന് ഉള്ളൊരു സ്ഥലം എന്നുള്ളതല്ല, ഒരു വീട് വരും തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഒരു പൈതൃകം, അതായിരിക്കണം വീട്. പൊതുവേ നമുക്കെല്ലാവർക്കും അറിയാം, മലയാളികൾ വീടിനായിട്ട് ധാരാളം കാശ് ചിലവാക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെല്ലാവരും. അപ്പോൾ പൈസ ചിലവാക്കുന്നതിനോടൊപ്പം നമുക്കിതുപോലുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിനെ ഒരു ജീവത്വം കൊടുക്കാം, ജീവൻ്റെ ഒരു അംശം കൊടുക്കാം. വാസ്തു അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അതിനോടൊപ്പം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. കാറ്റിൻ്റെ ഗതി അതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഒരു വീട് പണിത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതിനനുസരിച്ച് അതിന് പണി ചെയ്യുന്നവരെ അവരോട് സംസാരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ മാറ്റി തരിക. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, ടീമാണ് വീടിന് നിർമ്മാണത്തിന് പിന്നിലെങ്കിൽ അത് അവർ നന്നായി ചെയ്യും. എനിക്ക് നല്ലൊരു ചുറ്റുപാട് ലഭിച്ചു. ഈ വെട്ടുകല്ലിൻ്റെ കാസർഗോഡ് നിന്നാണ് വെട്ടുകല്ല് എത്തിയത്. കൊല്ലത്തുള്ള ഒരു പ്രശാന്ത് ജി, അദ്ദേഹമാണ് എനിക്ക് വെട്ടുകല്ലിൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്നത്. എല്ലാം കൊണ്ടും പിന്നെ പരദേവതാനുഗ്രഹം കൊണ്ടും ഉദ്ദേശിച്ച പോലെ ഒരു 85-90% വീടിൻ്റെ നിർമ്മാണങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ചെയ്ത വീട് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു. എല്ലാം ജഗദീശ്വരൻ്റെ അനുഗ്രഹം. വീട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഗുരുവായൂർ പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ ഒരു തടിയിൽ തീർത്ത ഒരു വിഗ്രഹം അത് ഇവിടെ എത്താനിടയായി. വിപിൻ ചക്കുമരശ്ശേരി എന്ന് പറയുന്ന ഒരു കലാകാരൻ ചെയ്തതാണ്. ഗുരുവായൂർ പത്മനാഭൻ്റെ അതേ ആകൃതിയിൽ എല്ലാം അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശ്രീരാമശില ലഭിക്കുകയുണ്ടായി. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ഏകദേശം 5 കിലോയോളം ഉണ്ട്. ആ കല്ലിൻ്റെ ഭാരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. ശ്രീരാമശിലയാണത്. പിന്നെ അതേപോലുള്ള ചില കളക്ഷൻ, അത് പണ്ട് മുതലേ എനിക്കിതുപോലുള്ള കാര്യങ്ങളോട് താല്പര്യമുള്ളത് കൊണ്ട് പലരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടും നമുക്ക് ഒരു ദൈവാധീനം കൊണ്ട് എത്തിച്ചേരുന്നതാണ്. ഇത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാവുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ പലതും എൻ്റെ ഇരിക്കുന്ന കളക്ഷൻസിൽ പലതും അതൊക്കെ നമ്മുടെ ഒരു താല്പര്യം കണ്ടുകൊണ്ടും നമ്മുടെ എല്ലാവരോടുമുള്ള സഹകരണം കണ്ടുകൊണ്ടും കയ്യിലെത്തിച്ചേരുന്നതാണ്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു വീട് ഇതുപോലുള്ള പൈതൃകങ്ങളെ ആകർഷിക്കുന്നു എന്ന് വേണേൽ പറയാം. ഇത് എൻ്റെ മിടുക്കല്ല. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദളായ ദാക്ഷി വിശ്വപ്രിയേ വിഷ്ണുമനോനുകൂലേ ത്വത്പാദപത്മം മയി സന്നിധസ്ത്വാ വിഷ്ണുപത്നിം ക്ഷമാം ദേവീം മാധവീം മാധവപ്രിയാം വിഷ്ണു പ്രിയസഖിം ദേവീം നമാമ്യച്യുതവല്ലഭാം ശ്രീർവർച്ചസ്യമായുഷ്യമാരോഗ്യമാവിതാത് പവമാനം മഹീയതേ ധനം ധാന്യം പശും ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായൂ. ഓം സ്വസ്ത്യസ്തു തേ അസ്തു കുശലമസ്തു വിദ്യാവിവേകകൃതി കൗശലസിദ്ധിരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോരസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു.
ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. വീണ്ടും വിഷു ആശംസകൾ. ഇത്രയൊക്കെയാണ് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് വന്ന ആശയങ്ങൾ എനിക്കിപ്പം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇനിയൊരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കാണും. ഞാനീ പറഞ്ഞതിൽ ഒരു പക്ഷേ തിരുത്തലുകൾ കാണും. ഇനി അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് ഇനിയും പല അവസരങ്ങളിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അപാകതകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കൂ. വളരെ സന്തോഷം കേൾക്കുന്നതിൽ. അറിവ് എപ്പോഴും വിപുലീകരിക്കാനുള്ളതാണ്. പണ്ടാരോ പറഞ്ഞ പോലെ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി ഇന്ന് തരുന്നതായിരിക്കില്ല ഒരു 10 വർഷം കഴിയുമ്പോഴും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ ആ അറിവിൻ്റെ വ്യാപ്തിയിലുള്ള വ്യത്യാസമാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഒരു ചെറിയ എളിയ അംശങ്ങൾ പങ്കുവെക്കുന്നു, അത്രമാത്രം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വീണ്ടും ഈ ചാനലിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ പന്തളവാസിയാണ്. അപ്പോൾ അയ്യപ്പൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.